ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ സെക്കൻഡ് സെഷൻ ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓർഗാനിസത്തിനെ 5 കിങ്ഡംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് RH വിറ്റേക്കർ. അതേപോലെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാൾ വോയ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്നു. അദ്ദേഹം ഓർഗാനിസത്തിനെ 3 ഡൊമെയിൻ സിസ്റ്റം ആയിട്ട് പ്രപ്പോസ് ചെയ്യുകയും ആ 3 ഡൊമെയിൻസിനെ 6 കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് മൊണീറ 2 ഡൊമെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അത് ആർക്കി ആൻഡ് ബാക്ടീരിയ എന്ന 2 ഡൊമെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ബാക്കി എല്ലാ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിനെ യൂകാരിയ എന്ന ഡൊമെയിനിലും ഡിവൈഡ് ചെയ്തു. ഈ ആർക്കി ബാക്ടീരിയ എന്ന സിംഗിൾ കിങ്ഡവും അതേപോലെ തന്നെ ബാക്ടീരിയയിലെ യു ബാക്ടീരിയ എന്ന സിംഗിൾ കിങ്ഡമും ആണ് ഉള്ളത്. ഇനി യൂകാരിയ എന്ന ഡൊമെയിനിൽ 4 കിങ്ഡംസ് ഉണ്ട്. അത് പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ ആൻഡ് ആനിമേലിയ. അങ്ങനെ ടോട്ടൽ 6 കിങ്ഡംസ് ആർ പ്രസന്റ് ഇൻ 3 ഡൊമെയിൻ ക്ലാസിഫിക്കേഷൻ. 3 ഡൊമെയിൻ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ വോയ്സ് ആണ് അല്ലെ. അപ്പൊ the 3 domain system has also been proposed that divides the kingdom Monera into 2 domains, leaving the remaining eukaryotic kingdom in the 3rd domain and thereby a 6 kingdom classification. You will learn about this system in detail at higher classes. Okay, അപ്പോൾ നമ്മൾ ആ 6 kingdom classification അല്ല പഠിക്കുന്നത്. നമുക്ക് NCERT ലെവലിൽ അല്ലെങ്കിൽ 11th ലെവലിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 kingdom classification ആണ്. ഈ 5 kingdom classification കൊണ്ടുവന്നതോടുകൂടി അല്ലെങ്കിൽ 5 kingdom classificationന്റെ ഡെവലപ്പോടുകൂടി നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, എത്രമാത്രം ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ 2 kingdom classificationൽ. അതുകൊണ്ട് അത്രയും ഇഷ്യൂസ് ആണ് ഈ പറയുന്ന 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് അതിന് എക്സാമ്പിൾസ് നോക്കാം. പണ്ട് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നപ്പോൾ ഈ ബാക്ടീരിയയും ബ്ലൂ ഗ്രീൻ ആൽഗയും ഫംഗസും മോസസ്, ഫേൺ, ജിംനോസ്പേം, ആൻജിയോസ്പേം ഇതെല്ലാം ഡിവൈഡ് ചെയ്തിരുന്ന പ്ലാന്റ്സിന്റെ കീഴിലായിരുന്നു, കിങ്ഡം പ്ലാന്റയിലായിരുന്നു അല്ലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. ഇന്നത് എവിടെയാണ്? കിങ്ഡം മൊണീറയിലാണ്. ബ്ലൂ ഗ്രീൻ ആൽഗെ അത് ശരിക്കും പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണിക്കുന്നുണ്ടെങ്കിലും അതിന് ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് അതും കിങ്ഡം മൊണീറയിലായിരുന്നു ആണ് വരുന്നത്. ഫംഗൈ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നതും സെൽവോള് സെല്ലുലോസ് കൊണ്ടല്ല, കൈറ്റിൻ എന്ന ഡിഫറെന്റ് പോളിസാക്കറൈഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടും ഫംഗസും വേറെ ഒരു കിങ്ഡം ഫംഗയിലേക്ക് മാറ്റി. മോസസും ഫേൺസും ജിംനോസ്പേമും ആൻജിയോസ്പേമും മാത്രമാണ് ഇവിടെ ശരിക്കും കിങ്ഡം പ്ലാന്റയിൽ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്ടീരിയയും ബ്ലൂ ഗ്രീൻ ആൽഗയും ഫംഗയും എന്താണ് ഡിഫറെന്റ് വേറെ വേറെ കിങ്ഡത്തിലുള്ളതാണ് അല്ലെ. അപ്പോൾ നമുക്ക് ഈ ഒരു കിങ്ഡം, അതായത് കിങ്ഡം പ്ലാന്റയിൽ ഈ എല്ലാ ഓർഗാനിസംസും ഇൻക്ലൂഡ് ചെയ്യാനൊരു കാരണമുണ്ട്. എന്താ അറിയോ, അവർക്ക് എല്ലാവർക്കും സെൽ വോൾ ഉണ്ട് എന്നുള്ള ഒരൊറ്റ കോൺസെപ്റ്റിലാണ് ഈ പറയുന്ന എല്ലാ ഓർഗാനിസവും ഒരു കിങ്ഡത്തിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം കേട്ടോ. ഇതിന്റെ പല ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും വേറെ വേറെ നമുക്ക് മനസ്സിലായി അല്ലേ. അതായത് പ്രോകാരിയോട്ടിക് ബാക്ടീരിയ അല്ലെ ബാക്ടീരിയയും ബ്ലൂ ഗ്രീൻ ആൽഗെ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആയ കിങ്ഡം പ്ലാന്റയിൽ ഇൻക്ലൂഡ് ചെയ്തു. അതേപോലെ തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും എല്ലാം ഒരു ഗ്രൂപ്പിൽ തന്നെ വന്നു. എക്സാമ്പിൾ ക്ലാമിഡോമോണാസ് ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു പ്ലാന്റ് ആണ്, ആൽഗയാണ്, പക്ഷെ അത് യൂണിസെല്ലുലാർ ആൽഗയാണ്. യൂണിസെല്ലുലാർ യൂകാരിയോട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ക്ലിയർ ആയിട്ട് പ്രോട്ടിസ്റ്റ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാമിഡോമോണാസ് ശരിക്കും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പ്രോട്ടിസ്റ്റയിലാണ് വരേണ്ടത് അല്ലെ. പക്ഷെ അത് സ്പൈറോഗൈറ എന്ന വേറൊരു ആൽഗയുടെ കൂടെ കിങ്ഡം പ്ലാന്റയിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് അതും എന്താണ് വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഈ പറയുന്ന ക്ലാമിഡോമോണാസ് പ്രോട്ടിസ്റ്റയിൽ വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ നടത്തുന്ന ഫംഗസും ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ നടത്തുന്ന ഗ്രീൻ പ്ലാന്റ്സും ഒക്കെ ഒരു കിങ്ഡം പ്ലാന്റയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അത് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് കാണിക്കുന്നതെങ്കിൽ പോലും അതിന്റെ സെൽവോളിന്റെ കോമ്പോസിഷനിൽ പോലും വ്യത്യാസം ഉണ്ടായിരുന്നു. ഫംഗസിന്റെ സെൽവോൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത് അതിന്റെ സെൽവോള് ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിൻ കൊണ്ടാണ്. അപ്പൊ കൈറ്റിൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഹോമോപോളിസാക്കറൈഡ് ആണ് കേട്ടോ. കൈറ്റിൻ ഈസ് എ കോംപ്ലക്സ് ഹോമോപോളിസാക്കറൈഡ്. ആ കോംപ്ലക്സ് ഹോമോപോളിസാക്കറൈഡ് കൈറ്റിൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്നറിയോ? എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ്റെ പോളിമറാണ്.
എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ്റെ പോളിമറാണ് ഈ പറയുന്ന കൈറ്റിൻ എന്ന് പറയുന്നത്. പക്ഷേ പ്ലാന്റ്സിന്റെ സെൽ വോൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല? സെല്ലുലോസിക് സെൽ വോൾ ആണ്. പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഈ ഓർഗാനിസം വേറെ ഗ്രൂപ്പിൽ വരേണ്ടതായിരുന്നു അല്ലേ? അതുപോലെ ഫംഗൈ സെപ്പറേറ്റ് കിങ്ഡത്തിൽ പ്ലേസ് ചെയ്ത് ഇതിന് കാരണം ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ. അതേപോലെ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് കിങ്ഡം മൊണീറയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. യൂണിസെല്ലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് പ്രോട്ടിസ്റ്റയിൽ വരും. അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റയെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാമിഡോമോണാസും ക്ലോറല്ലയും ഇതും രണ്ടും യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ആൽഗയാണ്. ആൽഗ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. പക്ഷെ രണ്ടിന്റെയും സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണ്. പക്ഷേ ഇത് പ്ലാന്റ് ആണെങ്കിൽ പോലും പ്ലാന്റേല് ശരിക്കും മൾട്ടി സെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസം വിത്ത് സെൽ വോൾ വിച്ച് ഈസ് ഡൂയിങ് ഫോട്ടോസിന്തറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതിനെയാണ് നമ്മൾ കിങ്ഡം പ്ലാന്റേൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മൾട്ടി സെല്ലുലാരിറ്റി എന്നൊരു ക്യാരക്ടർ ഈ പറയുന്ന ക്ലാമിഡോമോണാസിനും ക്ലോറലേക്കും ഇല്ലാത്തത് കൊണ്ട് വി ആർ കൺസിഡറിങ് ദിസ് ഇൻ എ കിങ്ഡം പ്രോട്ടിസ്റ്റ. അതുകൊണ്ട് കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് ക്ലാമിഡോമോണാസും ക്ലോറലയും വരുന്നത്. പാരമീഷ്യവും അമീബയും പണ്ട് ഇതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആനിമൽ കിങ്ഡത്തിലാണ്, കാരണം ഇവർക്ക് രണ്ടുപേർക്ക് എന്തില്ല, സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ ഇന്ന് പാരമീഷ്യവും അമീബയും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ്, കാരണം അവർ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ് എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഇന്ന് പണ്ട് ഒരു എർലിയർ ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസംസ് ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന പല ഓർഗാനിസംസും ഇന്ന് ഡിഫറെന്റ് കിങ്ഡത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് എന്താന്ന് വെച്ചാൽ ആ ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ ചേഞ്ച് ആയതുകൊണ്ടാണ് കേട്ടോ. അതായത് ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ബേസിക് ഫണ്ടമെന്റൽ ക്യാരക്ടർ തന്നെ വ്യത്യാസം ഉണ്ടെന്നും അത് ഡിഫറെന്റ് കിങ്ഡത്തിൽ വരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ചേഞ്ച് ഇനിയും നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് ഇംപ്രൂവ്മെന്റ് ഓരോ ഫീൽഡിലും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എസ്പെഷ്യലി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസം. അതായത് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറും അതിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പും ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാം ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അതേപോലെ ഇനിയും കാലങ്ങൾ കഴിയുന്തോറും നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലെ മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ, റീപ്രൊഡക്റ്റീവ് സിമിലാരിറ്റീസ് മാത്രമൊന്നുമല്ല, ഫൈലോജനറ്റിക് സിമിലാരിറ്റിയും എവല്യൂഷണറി റിലേഷൻഷിപ്പും ഒക്കെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്, ഇന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നതും ആണ്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ദ കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ എന്നീ കിങ്ഡമാണ്. വിറ്റാക്കറിന്റെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ല നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന. കിങ്ഡം മൊണീറ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാണ്ട് കിങ്ഡം മൊണീറേനെ 2 ഡൊമൈൻസ് ആയിട്ട് മാറ്റിയത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല, അത് ഹയർ ക്ലാസ്സസിലാണ് പഠിക്കുന്നത്. ഇനി കിങ്ഡം പ്ലാന്റേ ആനിമേലിയം നെക്സ്റ്റ് ചാപ്റ്ററും നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Let us look at this 5 kingdom classification to understand the issues and consideration that influence the classification system. Earlier classification systems included bacteria, blue-green algae, fungi, mosses, ferns, gymnosperm and angiosperm under plants. The character that unified this whole kingdom was that all the organisms included has a cell wall in their cell. This placed together groups which widely differed in other characteristics. It brought together the prokaryotic bacteria and blue-green algae, that is cyanobacteria, with other groups which were eukaryotic. It also grouped together the unicellular organisms and the multicellular one. Say for example, Chlamydomonas and Spirogyra were placed together under algae or kingdom Plantae. The classification did not differentiate between the heterotrophic group fungi and the autotrophic green plants, though they also showed a characteristic difference in their cell wall composition. The fungi had chitin in their walls, while the green plants had a cellulosic cell wall. When such characteristics were considered, the fungi were placed in a separate kingdom fungi. All prokaryotic organisms were grouped together under kingdom Monera, and the unicellular eukaryotic organisms were placed in kingdom Protista. Kingdom Protista has brought together Chlamydomonas, Chlorella. Earlier it was placed in algae within plants, and both having cell wall, with Paramecium and Amoeba, which were earlier placed in the animal kingdom, which lack cell wall.
It has put together organisms which in earlier classification were placed in different kingdom. This happened because the criteria for classification changed. This kind of changes will take place in future too, depending on the improvement in our understanding of characteristics and evolutionary relationships. Over time, an attempt has been made to evolve a classification system which reflects not only the morphological, physiological, and reproductive similarities but is also phylogenetic, that is based on evolutionary relationships. In this chapter, we will study characteristics of kingdom Monera, Protista, and fungi of the Whittaker system of classification. The kingdoms Plantae and Animalia, commonly referred to as plant and animal kingdoms respectively, will be dealt separately in chapter 3 and 4. ഇനി നമ്മൾ ഫസ്റ്റ് കിങ്ഡം മൊണീറ പഠിക്കാം. ബാക്ടീരിയയാണ് കിങ്ഡം മൊണീറയിലെ സോൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് കിങ്ഡം മൊണീറയിൽ വരുന്നത് ബാക്ടീരിയയാണ്. അത് മോസ്റ്റ് അബൻഡന്റ് മൈക്രോ ഓർഗാനിസം, ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് വരുന്നത് ബാക്ടീരിയയാണ്. ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വേറെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടോ? ഉണ്ട്. നമ്മുടെ പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഈ അമീബ, പാരമീഷ്യ, അതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസം വരുന്ന കിങ്ഡം മൊണീറയിലെ ബാക്ടീരിയയാണ്. ഓക്കെ, ബാക്ടീരിയ എല്ലായിടത്തും കാണുന്നതാണ്. അതൊരു കോസ്മോപോളിറ്റൻ ആണ്. കോസ്മോപോളിറ്റൻ എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും നമുക്ക് ബാക്ടീരിയനെ കാണാൻ കഴിയും. അതായത് ബാക്ടീരിയ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, പാരസൈറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, അതേപോലെ തന്നെ സോയിലിൽ ബാക്ടീരിയ ഉണ്ട്, വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ട്, എയറിൽ ബാക്ടീരിയയുടെ സ്പോർസും ബാക്ടീരിയയും കാണാം, നമ്മുടെ ഫുഡിനകത്ത് ബാക്ടീരിയ ഉണ്ടാവാം, അതുപോലെ നമ്മുടെ ബോഡിയിൽ ബാക്ടീരിയ ഉണ്ടാവാം. അങ്ങനെ നോക്കുമ്പോൾ ഇത് എല്ലായിടത്തും കാണുന്ന ഒരു ഓർഗാനിസാണ് ബാക്ടീരിയ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മളൊരു ഹാൻഡ്ഫുൾ ഓഫ് സോയിൽ എടുത്താൽ തന്നെ അതിനകത്ത് ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ വി ക്യാൻ സി. ഓക്കെ, ഈ ബാക്ടീരിയയ്ക്ക് എക്സ്ട്രീം ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ കഴിയും. എക്സ്ട്രീം ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുപോലെ വളരെ ചൂട് കൂടിയ അവസ്ഥയിൽ, അല്ലെങ്കിൽ വളരെ ചൂട് കുറഞ്ഞ അവസ്ഥയിൽ, അതായത് വളരെ കൂൾ ക്ലൈമറ്റിൽ, അതല്ലെങ്കിൽ എന്താണ് അസിഡിക് കണ്ടീഷനിൽ, ആൽക്കലൈൻ കണ്ടീഷനിലൊക്കെ സർവൈവ് ചെയ്യാൻ കഴിയുന്ന ഓർഗാനിസംസ് ആണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് കേട്ടോ. സോ ഹിയർ ദീസ് കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ക്യാൻ ബി സീൻ ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ജിയോ തെർമൽ ആക്ടിവിറ്റി കൊണ്ട് ഈ എർത്ത് ക്രസ്റ്റിൽ വെള്ളം ചൂടാവുകയും അതിങ്ങനെ പുറത്തേക്ക് തള്ളി വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചൂടുള്ള ഒരു വെള്ളം, അത് ചൂട് നീരുറവാന്നൊക്കെ പറയാം നമുക്ക് ഹോട്ട് സ്പ്രിങ്സിന്. അങ്ങനെ ഒരു കണ്ടീഷൻ, അത് ശരിക്കും പറഞ്ഞാൽ ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറിനെ വെച്ച് വളരെ ചൂട് കൂടുതലായിരിക്കും അവിടെ. ഓക്കെ, അതിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻസ്, അത് ഏത് ഏരിയയിൽ നിന്നാണ് എത്രമാത്രം ടെമ്പറേച്ചർ ഉണ്ടെന്നുള്ള അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബട്ട് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടെമ്പറേച്ചർ കൂടിയ വെള്ളം നമ്മുടെ ഭൂമിയിൽ നീരുറവയായിട്ട് ഉണ്ടാകുന്നതിനെയാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡെസേർട്ടിൽ കാണാം, സ്നോയിൽ കാണാം. സ്നോ എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ഡീപ്പ് ഓഷ്യൻസിൽ, അങ്ങനെയൊക്കെ നമുക്ക് ഈ പറയുന്ന ലൈഫ് ഫോം സർവൈവ് ചെയ്യുന്ന കാണാം. അതേപോലെ പല ബാക്ടീരിയയും നമ്മൾ വേറെ ഓർഗാനിസത്തിന്റെ മേലെ പാരസൈറ്റിക് ഓർഗാനിസം ആയിട്ട് കാണുന്നതും കാണാം. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലായിടത്തും കാണുന്ന ഒരു ഓർഗാനിസം ആയതുകൊണ്ടാണ് ദിസ് ഓർഗാനിസം ഈസ് സീൻ എവ്രിവെയർ ആൻഡ് ഇറ്റ് ഈസ് കോസ്മോപോളിറ്റൻ എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ഇനി ബാക്ടീരിയ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്പെറിക്കൽ ഷേപ്പുള്ള ബാക്ടീരിയ ഉണ്ട്, അതിന് എക്സാമ്പിളാണ് കോക്കസ്. സ്പെറിക്കൽ ഷേപ്പുള്ള ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് കോക്കസ് എന്ന് പറയുന്നത്. കോക്കസിന്റെ പ്ലൂറലാണ് കൊക്കൈ എന്ന് പറയുന്നത്, കോക്കൈ. ഓക്കെ, ഈ കോക്കസിന് ഒരു എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ. സ്ട്രെപ്റ്റോകോക്കസ്, അതേപോലെ സ്റ്റെഫൈലോകോക്കസ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ് കേട്ടോ. സ്ട്രെപ്റ്റോകോക്കസ്. അതേപോലെ തന്നെ റോഡ് ഷേപ്പ് ബാസിലസ് ഉണ്ട്, റോഡ് ഷേപ്പ് ബാക്ടീരിയ ഉണ്ട്. റോഡ് ഷേപ്പ് ബാക്ടീരിയനെ നമ്മൾ ബാസിലസ് എന്നാണ് പറയുക. അതിന്റെ പ്ലൂറലാണ് ബാസിലൈ എന്ന് പറയുന്നത്. ബാസിലൈക്ക് എക്സാമ്പിൾ ആണ് എസ്ക്രീഷ്യ കൊളൈ. ഈ കൊളൈ റോഡ് ഷേപ്പ് ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. സോ ഹിയർ എസ്ക്രീഷ്യ കൊളൈ ജീനസ് നെയിമോ സ്പീഷീസ് നെയിമോ എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ അടിയിൽ വരയ്ക്കണം. സെപ്പറേറ്റ് ആയിട്ട് വരച്ചിടണം, മറന്നു പോകരുത്. നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂളാണത് അല്ലേ. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് ഒരു ജീനസ് ആണ്. അത് പല വെറൈറ്റി ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് ജീനസ് മാത്രം എഴുതിയതുകൊണ്ടാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്യാത്തത് കേട്ടോ. അതുപോലെ സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുകയാണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസിനെ ന്യൂമോണിയയുടെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണം. ഇനി സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്നത് ഒരു കോക്കസ് ആണ് കേട്ടോ. സ്റ്റെഫൈലോകോക്കസ്
സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഓർഗാനിസം ഉണ്ട്. ഈ സ്റ്റെഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം. അപ്പൊ ഇത് കോക്കസ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആണ്. അതേപോലെ ബാസിലസ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആണ് ഇതാ ഈ പറയുന്ന എസ്ക്രീഷ്യ കോളെ. ഇനി സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ ഉണ്ട്, സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ ഉണ്ട്. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആണ് സ്പൈറില്ലം വൊളുട്ടൻസ്. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആണ് സ്പൈറില്ലം വൊളുട്ടൻസ്. ഇതൊക്കെ നമ്മൾ ജീനസ് നെയിമോ സ്പീഷീസ് നെയിമോ എഴുതിയേക്കണോണ്ട് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. സ്പൈറില്ലം വൊളുട്ടൻസ് സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ബാക്ടീരിയയ്ക്ക് ഫ്ലാജെല്ല ഉണ്ടാവും. ഇത് അതിന്റെ ലോക്കോമോട്ടറി സ്ട്രക്ചർ ആണ് കേട്ടോ. ഫ്ലാജെല്ല ഉള്ള ബാക്ടീരിയയും ഫ്ലാജെല്ല ഇല്ലാത്ത ബാക്ടീരിയ ഒക്കെ ഉണ്ട്. വിബ്രിയോ എന്ന് പറയുന്ന കോമ ഷേപ്പ് ബാക്ടീരിയ ആണ്. വിബ്രിയോയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ എന്ന് പറയുന്ന ബാക്ടീരിയ വിബ്രിയോ ഷേപ്ഡ് ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ്. കോമ ഷേപ്ഡ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആണ്. ഓർത്തിരുന്നോളം ഈ എക്സാമ്പിൾസ് ബോർഡ് എക്സാമിന് ഈ എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതാണ് കേട്ടോ. സോ ഹിയർ വി വിൽ ജസ്റ്റ് റീഡ് ദിസ് മച്ച്. ബാക്ടീരിയ ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് ദ കിങ്ഡം മൊണീറ. ദേ ആർ ദ മോസ്റ്റ് abundant microorganisms. Bacteria occur almost everywhere. Hundreds of bacteria present in a handful of soil. They also live in extreme habitats such as hot springs, desert, snow and deep oceans where very few other life forms can survive. Many of them live in or on other organisms as parasite. Bacteria are grouped under 4 categories based on their shape. The spherical bacteria, that is called as coccus and its plural is cocci. Rod-shaped bacteria, that is called as bacillus and its plural is bacilli. The comma-shaped vibrium, an example for that is comma-shaped bacteria, it is vibrium and its plural is vibrio. And spiral shaped bacterium spirillum and its plural is spirilla. So example for this is coccus bacteria example Streptococcus pneumonia, Staphylococcus aureus, Bacillus bacteria Escherichia coli, Spirilla bacteria Spirillum volutens and comma shaped vibrio bacteria is Vibrio cholerae. Okay. ബാക്ടീരിയയുടെ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണെങ്കിലും അവരുടെ ബിഹേവിയർ നോക്കിയാൽ വളരെ കോംപ്ലക്സ് ബിഹേവിയർ ആണ് അവർ കാണിക്കുന്നത്. പല അതർ ഓർഗാനിസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയയിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മെറ്റാബോളിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഓർഗാനിസം ഇതാണ്. അതേപോലെ തന്നെ ഈ ബാക്ടീരിയാസ് ചിലപ്പോൾ ഓട്ടോട്രോഫിക് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആയിരിക്കും. ഓട്ടോട്രോഫിക് ബാക്ടീരിയ തന്നെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയയും അതേപോലെ തന്നെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്. അവർക്ക് അവരുടെ സ്വന്തം ഫുഡ് സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനോർഗാനിക് സബ്സ്ട്രേറ്റിനെ യൂസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ മെജോറിറ്റി ഓഫ് ബാക്ടീരിയ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ്. അത് വേറെ പല ഓർഗാനിസത്തിനെയാണ് ഡെഡ് ഓർഗാനിക് മാറ്ററിനെയൊക്കെയാണ് ഫുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് എക്സ്റ്റെൻസീവ് ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റിയും കാണിക്കുന്നത് ബാക്ടീരിയ തന്നെയാണ് കേട്ടോ. ബാക്ടീരിയ ഓർ കിങ്ഡം മൊണീറ ഷോ most extensive അതായത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ന്യൂട്രീഷണൽ ഹാബിറ്റ് കാണിക്കുന്ന ഓർഗാനിസം. ഏറ്റവും കൂടുതൽ ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്നത് ഈ മൊണീറ തന്നെയാണ് കേട്ടോ. ഇനി ഈ കിങ്ഡം മൊണീറയിൽ വരുന്നതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കിങ്ഡം മൊണീറയിൽ വരുന്നതാണ് ആർക്കി ബാക്ടീരിയ. എന്താണ് ആർക്കി ബാക്ടീരിയ എന്ന് നമുക്ക് നോക്കാം. ആർക്കി ബാക്ടീരിയ അത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സാധാരണ എക്സ്ട്രീം ഹാബിറ്റാറ്റിലാണ് കാണുക. അതായത് എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്,
ഹാർഷ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന എക്സ്ട്രീം ഹാബിറ്റാറ്റ് ആണ് കേട്ടോ. എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, ഹാലോഫൈൽസ് പോലത്തെ ഓർഗാനിസംസ്, അതായത് സോൾട്ട് ലവിങ് ഓർഗാനിസംസ് സോൾട്ടി ഏരിയാസിലാണ് കാണുക. ഹോട്ട് സ്പ്രിങ്സിൽ തെർമോ അസിഡോഫൈൽസ്, അതായത് തെർമോ അസിഡിക് കണ്ടീഷൻ ലൈക്ക് ചെയ്യുന്ന ഓർഗാനിസം ഹോട്ട് സ്പ്രിങ്സിലാണ് കാണുക. അതുപോലെ മാർഷി ഏരിയാസിൽ കാണാറുണ്ട്. മാർഷി ഏരിയാസ് എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന ഓർഗാനിസംസ് ആണ് മെത്തനോജൻസ് എന്ന് പറയുന്ന ഓർഗാനിസം. അപ്പോൾ ഈ ഹാലോഫൈൽസും തെർമോ അസിഡോഫൈൽസും മെത്തനോജൻസും ഒക്കെ ആർക്കി ബാക്ടീരിയയുടെ എക്സാമ്പിൾ ആണ് കേട്ടോ. ആർക്കി ബാക്ടീരിയ സാധാരണ ബാക്ടീരിയ എന്ന് ഡിഫർ ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സെൽവോളിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ സെൽവോളിൻ്റെ സ്ട്രക്ചർ കൊണ്ടാണ്. ഈ സ്ട്രക്ചറാണ്, സെൽവോളിൻ്റെ സ്ട്രക്ചറാണ് അതിനെ എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സെൽവോളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ബാക്ടീരിയയിൽ സെൽവോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ടാണ്. ബാക്ടീരിയൽ സെൽവോൾ ഈസ് മെയ്ഡ് വിത്ത് പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ടാണ്. ഈ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ഒരു ഹെറ്ററോ പോളിസാക്രൈഡ് ആണ് കേട്ടോ. ഒരു ഹെറ്ററോ പോളിസാക്രൈഡ് ആണ്. അതായത് രണ്ട് ഡിഫറെന്റ് തരത്തിലുള്ള ഷുഗർ മോളിക്യൂൾ കൊണ്ടാണ് പെപ്റ്റിഡോ ഗ്ലൈക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ ആൻഡ് എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്, എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്. ഇത് രണ്ടും കൊണ്ടാണ് മ്യൂറാമിക് ആസിഡ്, ഇതുകൊണ്ടാണ് ഈ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഈ പെപ്റ്റിഡോ ഗ്ലൈക്കനെ നമുക്ക് എന്തും പറയാന്നറിയോ? മ്യൂറീൻ എന്നും റെപ്രസെന്റ് ചെയ്യാം, മ്യൂറീൻ എന്നും റെപ്രസെന്റ് ചെയ്യാം. പക്ഷേ ഈ ആർക്കി ബാക്ടീരിയയിൽ സ്യൂഡോ മ്യൂറിൻ കൊണ്ടാണ് അതിന്റെ സെൽവോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിന് എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ കഴിയുന്നത് കേട്ടോ. ഇനി ഈ മെത്തനോജൻസ് നോർമൽ ഫ്ലോറയായിട്ട് ചില റൂമിനന്റ് ഓർഗാനിസത്തിൽ കാണുന്നുണ്ട്. റൂമിനന്റ് ആനിമൽ എന്ന് പറയുന്നത് എന്താണ്? അയവിറക്കുന്ന മൃഗങ്ങളെയാണ് റൂമിനന്റ് ആനിമൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അയവിറക്കുന്ന മൃഗങ്ങൾ ഏതാ? പശു, എരുമ, അങ്ങനത്തെ ഓർഗാനിസംസ് ഒക്കെയാണ് അല്ലെ. അപ്പൊ കൗവിലും ബഫലോയിലും ഒക്കെ നമുക്ക് അതിന്റെ ഗട്ടില് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റില് നമുക്ക് ഈ മെത്തനോജൻസ് ഒരു നോർമൽ ഫ്ലോറയായിട്ട് കാണാം. അത് എന്തിനു വേണ്ടിയിട്ട് അവിടെ സർവൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഓർഗാനിസംസ് ഒക്കെ പുല്ല് തിന്ന് ജീവിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ പുല്ലില് നമുക്കറിയാം അത് പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ സെല്ലില് സെല്ലുലോസ് ആണ്. അതിന്റെ സെൽവോള് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എൻസൈം ഒന്നുമില്ല, സെല്ലുലൈസ് എന്ന് പറയുന്ന എൻസൈം ഒന്നുമില്ല. അപ്പൊ അതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ഇതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്നതോടൊപ്പം മീഥെയിൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് കൗഡങ്ങിന്ന് നമുക്ക് മീഥെയിൻ ഗ്യാസ് അല്ലെങ്കിൽ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയൊന്ന് വായിച്ചു നോക്കാം. ദോ ദ ബാക്ടീരിയൽ സ്ട്രക്ചർ ഈസ് വെരി സിമ്പിൾ, ദേ ആർ വെരി കോംപ്ലക്സ് ഇൻ ബിഹേവിയർ. Compared to many other organisms, bacteria as a group show the most extensive metabolic diversity. Some of the bacteria are autotrophic, that is, they synthesize their own food from inorganic substrates. They may be photosynthetic autotrophic or chemosynthetic autotrophic. The vast majority of bacteria are heterotrophic organisms, that is, they depend on other organisms or on dead organic matter for food. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറേ ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി കണ്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും മൊണീറ ഷോസ് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി ടു. ഓക്കെ, അതായത് ഇവിടെ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റാബോളിക് ആക്ടിവിറ്റി കാണിക്കുന്ന, മെറ്റാബോളിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്നത് മൊണീറയാണ്. അതേപോലെ തന്നെ ഈ ഓർഗാനിസം തന്നെയാണ് മോസ്റ്റ് എക്സ്റ്റെൻസീവ് ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്നത്. ഇനി Archaebacteria. These bacteria are special since they live in some of the most harsh habitats such as extreme salty areas, that is halophiles, hot springs, that is thermoacidophiles, and marshy areas, that is methanogens. Archaebacteria differ from other bacteria in having a different cell wall structure, and this feature is responsible for their survival in extreme conditions. Methanogens are present in the gut of several ruminant animals such as cow and buffalo, and they are responsible for the production of methane gas or biogas from the dung of these animals. Okay, ഈ Archaebacteria anaerobic organisms ആണ് കേട്ടോ. Archaebacteria are anaerobic organisms. ഇനി നമുക്ക് യു ബാക്ടീരിയ അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയ നോക്കാം കേട്ടോ. തൗസൻഡ്സ് ഓഫ് ഡിഫറെന്റ് യു ബാക്ടീരിയ അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയ ഉണ്ട്.
ഓക്കെ, ഇത് ക്യാരക്ടറൈസ് ചെയ്യുന്ന അതിന്റെ റിജിഡ് സെൽ വോൾ, അതുപോലെ തന്നെ മൊട്ടൈൽ സ്ട്രക്ചർ ആയിട്ടുള്ള ഫ്ലാജെല്ലം, ഇതൊക്കെ കൊണ്ടാണ്. ഓക്കെ, ട്രൂ ബാക്ടീരിയ അതിന്റെ റിജിഡ് സെൽ വോൾ, പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ ഉള്ള ബാക്ടീരിയ, അതേപോലെ അത് മൊട്ടൈൽ ആണെങ്കിൽ അതിന്റെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്ന ഫ്ലാജെല്ലം ആയിരിക്കും. സൈനോ ബാക്ടീരിയ ഒരു ട്രൂ ബാക്ടീരിയ ആണ്. പക്ഷെ സൈനോ ബാക്ടീരിയ നോൺ മൊട്ടൈൽ ബാക്ടീരിയ ആണ് കേട്ടോ. സൈനോ ബാക്ടീരിയ ഫ്ലോട്ടിംഗ് മൂവ്മെന്റാണ് കാണിക്കുന്നത്, അതിന് ഫ്ലാജെല്ലം ഒന്നും ഇല്ല. ഈ സൈനോ ബാക്ടീരിയക്ക് പറയുന്ന വേറൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അതങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോറോഫിൽ എ പിഗ്മെന്റ്, ബ്ലൂ ഗ്രീൻ പിഗ്മെന്റ്, അത് ഗ്രീൻ പ്ലാന്റ്സിലെ പോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് സൈനോ ബാക്ടീരിയയിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് അതിനെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബൊട്ടണിസ്റ്റ് പഠിക്കുമ്പോൾ ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയനെ കിങ്ഡം പ്ലാന്റയിലാണ് പഠിക്കുന്നത്. പക്ഷെ നമുക്കത് എവിടെയാണ് ഉൾപ്പെടുത്തേണ്ടത്? കിങ്ഡം മൊണീറയിലാണ്. കാരണം RH വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഈ സൈനോ ബാക്ടീരിയ കാണുന്ന ഒന്നുപോലെ യൂണിസെല്ലുലാർ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒരു കൊളോണിയൽ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഇത് ഒരു ഫിലമെന്റസ് ഫോമിൽ ഫ്രഷ് വാട്ടറിലോ മറൈൻ ഹാബിറ്റാറ്റിലോ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആൽഗെ ആയിട്ടൊക്കെ ആയിരിക്കും കാണുക. അതായത് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ കുറച്ച് മോയിസ്റ്റ് കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഓർഗാനിസത്തിനെ കാണാൻ കഴിയും. ഇനി യൂണിസെല്ലുലാർ സൈനോ ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കിക്കോ, സ്പൈറുലിന. സ്പൈറുലിന ഈസ് എ യൂണിസെല്ലുലാർ സൈനോ ബാക്ടീരിയ. കൊളോണിയൽ സൈനോ ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് അനാബീന. അനാബീന ഒരു കൊളോണിയൽ സൈനോ ബാക്ടീരിയ ആണ് കേട്ടോ. അനാബീന ദാറ്റ് ഈസ് എ കൊളോണിയൽ സൈനോ ബാക്ടീരിയ. എഴുതി തരണോ? സി ഹിയർ, യൂണിസെല്ലുലാർ സ്പൈറുലിന, കൊളോണിയൽ ഇറ്റ് ഈസ് അനാബീന. അതേപോലെ തന്നെ ഫിലമെന്റ് സൈനോ ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആണ് ഓസിലറ്റോറിയ. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അവിടെ അങ്ങനെ 3 തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ട്, 3 തരത്തിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. സി ഹിയർ, ഈ ബാക്ടീരിയ ഒന്നുപോലെ യൂണിസെല്ലുലാർ ആയിട്ടായിരിക്കും കാണുക, അല്ലെങ്കിൽ കോളനി ആയിട്ട് കാണാം, അല്ലെങ്കിൽ അത് ഫിലമെന്റസ് ഫോമിൽ കാണാം. അതേപോലെ അത് ഫ്രഷ് വാട്ടറിലോ അല്ലെങ്കിൽ മറൈൻ ഹാബിറ്റാറ്റിലോ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ഫോമിലൊക്കെ ആയിരിക്കും കാണുക. ഈ കോളനീസ് സാധാരണ അതൊരു കോളനി ആയിട്ട് കാണുമ്പോൾ ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ജലാറ്റിനസ് ഷീത്ത് ഉണ്ടാവും. ഈ ജലാറ്റിനസ് ഷീത്ത് ഒരു ബ്ലൂം പോലെയാണ് പൊല്യൂട്ടഡ് വാട്ടർ ബോഡിയിൽ അപ്പിയർ ചെയ്യുക. അതായത് ഇത് വാട്ടർ പൊല്യൂഷന് കാരണമാവും. സൈനോബാക്ടീരിയ ഒരുപാട് വാട്ടറിൽ വളർന്നാൽ ഈ ബ്ലൂം ഫോർമേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഈ ജലാറ്റിനസ് ഷീത്തിന്റെ ഫോർമേഷൻ കൊണ്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ബ്ലൂം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ സൈനോബാക്ടീരിയ ആണ് കേട്ടോ. ഇതിനകത്ത് ചില സൈനോ ബാക്ടീരിയയ്ക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനത്തെ സ്പെഷ്യൽ സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് ഹെട്രോസിസ്റ്റ്. ഈ ഹെട്രോസിസ്റ്റിന് നൈട്രോജീനേസ് എന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഹെട്രോസിസ്റ്റിന് ഏത് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്? നൈട്രോജീനേസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ നൈട്രോജീനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയ്ക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യാനും കഴിയും. നൈട്രോജീനേസ് എന്ന് പറയുന്ന എൻസൈം എപ്പോഴും ഒരു പ്രോകാരിയോട്ടിക് ഓർഗാനിസം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. യൂകാരിയോട്ടിന് നൈട്രോജീനേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഹെട്രോസിസ്റ്റിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നോസ്റ്റോക്ക്, അനാബീന, ഇതൊക്കെ ഹെട്രോസിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ സൈനോബാക്ടീരിയ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആണെന്ന് പറയുമ്പോൾ അത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആവാം, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആവാം. സൈനോബാക്ടീരിയയിൽ ഇപ്പൊ നമ്മൾ സ്പൈറുലിനിയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ്. അവർ ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള ക്ലോറോഫിൽ എ പിഗ്മെന്റ് ഉണ്ട്. പക്ഷെ അനാബീന, അതേപോലെ നോസ്റ്റോക്ക്, ഇതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നൈട്രോജീനേസ് എൻസൈമാണ് അതിന്റെ ഹെട്രോസിസ്റ്റ്, അതായത് അതിന്റെ സ്പെഷ്യൽ സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സെല്ലിന് പറയുന്നതാണ് കേട്ടോ ഹെട്രോസിസ്റ്റ് എന്ന്. ഇതൊരു ഗ്രൂപ്പ് സൈനോബാക്ടീരിയ. ഈ സൈനോബാക്ടീരിയയിൽ ഇതിനകത്തൊക്കെ എന്താണുള്ളത്? ക്ലോറോഫിൽ എ കണ്ടന്റാ ഉള്ളത്. പക്ഷെ ഇതിനകത്ത് മാത്രം നൈട്രോജീനേസ് എൻസൈമാണ് ഉള്ളത്. അപ്പൊ ഇത് ഇതിന്റെ ഇടയിൽ കൂടിയൊക്കെ ആയിട്ട് കാണും എന്ന് അർത്ഥം. അപ്പൊ ഇതിന്റെ അകത്ത് ഈ പറയുന്ന അനാബീന, നോസ്റ്റോക്ക്, ഇതൊക്കെയാണ് ഹെട്രോസിസ്റ്റ് ആയിട്ട് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള നൈട്രജനെ നൈട്രേറ്റോ, നൈട്രൈറ്റോ അല്ലെങ്കിൽ അമോണിയോ ഒക്കെ ആക്കി മാറ്റുമ്പോൾ ആ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് അവരുടെ ATP പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്.
അതേപോലെ ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഹെട്രോസിസ്റ്റ് കാണിക്കുന്ന കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, അവര് ന്യൂട്രിയൻസിന്റെ ഒരു റീസൈക്ലിങ്ങിന് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ, ഇതിന്റെയൊക്കെ റീസൈക്ലിങ്ങിൽ അത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി യു ബാക്ടീരിയയിൽ തന്നെ വരുന്നതാണ് ഹെട്രോട്രോഫിക് ബാക്ടീരിയ. ഹെട്രോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നതാണ് ബാക്ടീരിയ ഗ്രൂപ്പിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇതിനകത്ത് മെജോറിറ്റി ഓഫ് ഓർഗാനിസംസ് ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ പല ഓർഗാനിസംസും, അതായത് ഹ്യൂമൻ ബീങ്സിനോട് അഫെയർ അല്ലെങ്കിൽ റിലേഷനുള്ള പല ഓർഗാനിസംസ് ഉണ്ട്. നമുക്കറിയാലോ, പല മൈക്രോ ഓർഗാനിസംസും, ഹെട്രോട്രോഫിക് മൈക്രോ ഓർഗാനിസംസും ഹെട്രോട്രോഫിക് ബാക്ടീരിയ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മിൽക്കിൽ നിന്ന് കേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്കിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മിൽക്കിൽ നിന്ന് കേർഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ, അതിന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ് കേർഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയ. അതേപോലെ തന്നെ ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് ആണ് ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഏറ്റവും കൂടുതൽ ടൈപ്പ് ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ നൈട്രജൻ ഫിക്സേഷൻ ഇൻ ദ ലെഗ്യുമിനസ് പ്ലാന്റ്സ്, അതിനകത്തും എന്ത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്? ബാക്ടീരിയ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിലെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാക്ടീരിയ, റൈസോബിയം ബാക്ടീരിയ ഈസ് ടേക്കിംഗ് പാർട്ട്. റൈസോബിയം ബാക്ടീരിയ ലെഗ്യുമിനസ് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ചില ഓർഗാനിസംസ് പാത്തോജനിക് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അത് ഹ്യൂമൻ ബീങ്സിൽ ഡാമേജ് ഉണ്ടാക്കും, അതേപോലെ ഹ്യൂമൻ ബീങ്സിന് ഡിസീസ് ഉണ്ടാക്കാം, അതുപോലെ നമ്മുടെ ക്രോപ്പിന് ഡാമേജ് ഉണ്ടാക്കാം, അതുപോലെ ഫാം ആനിമൽസിനും പെറ്റ്സിനും ഒക്കെ ഡിസീസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിളാണ് കോളറ. കോളറ ഉണ്ടാക്കുന്നത് വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ്. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് കോളറ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയ സാൽമൊനെല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ്. സാൽമൊനെല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ്. വിബ്രിയോ കോളറ എഴുതാതിരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കോമ ഷേപ്ഡ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ഞാൻ വിബ്രിയോ കോളറ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വിബ്രിയോ കോളറ എഴുതാതിരുന്നത് കേട്ടോ. ടെറ്റനസ് ഈസ് കോസ്ഡ് ബൈ ക്ലോസ്ട്രീഡിയം ടെറ്റനൈ. ക്ലോസ്ട്രീഡിയം ടെറ്റനൈ എന്ന ബാക്ടീരിയയാണ് ടെറ്റനസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ടെറ്റനസ് ഈസ് കോസ്ഡ് ബൈ ക്ലോസ്ട്രീഡിയം ടെറ്റനൈ ബാക്ടീരിയ. അതേപോലെ തന്നെ സിട്രസ് ക്യാങ്കർ ഉണ്ടാക്കുന്നത് സാന്തോമോണാസ് സിട്രി എന്ന ബാക്ടീരിയയാണ്. സാന്തോമോണാസ് സിട്രി. സാന്തോമോണാസ് സിട്രി ആണ് സിട്രസ് ക്യാങ്കറിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ. ഓക്കെ, ഇത് കുറച്ച് ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ എക്സാമ്പിൾ ആണ് കേട്ടോ. അതേപോലെ ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സാധാരണ ബൈനറി ഫിഷൻ വഴിയാണ്. ബാക്ടീരിയയുടെ ബൈനറി ഫിഷൻ എമൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. ഈ ഫിഷൻ, ഇവിടെ നടക്കുന്ന ഈ ഫിഷൻ എന്താണ്? എമൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. എമൈറ്റോസിസ്, അതായത് മൈറ്റോട്ടിക് ഡിവിഷൻ അല്ല, എമൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. നമ്മൾ മൈറ്റോസിസ് മിയോസിസ് എന്ന് പറഞ്ഞ് എന്താണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ ആ ടേം ഒക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ട്, ഓർക്കണ്ടോന്ന് എനിക്കറിയില്ല. എമൈറ്റോസിസ് ആണ് ഇവിടെ ഈ ഫിഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ എമൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറയാനുള്ള കാരണം, അവർക്ക് സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ഫോർമേഷൻ ഇല്ല, കാരണം അവർക്ക് സെൽ ഓർഗനൽസ് ഒന്നും ഇല്ല, സെൻട്രോസോം ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞുതരാം, സെൽ സൈക്കിൾ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി അൺഫേവറബിൾ കണ്ടീഷനിൽ അവർ ചില സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പോറാണ് എൻഡോസ്പോർ. ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറാണ് എൻഡോസ്പോർ. ഈ എൻഡോസ്പോറിന് അൺഫേവറബിൾ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്. എൻഡോസ്പോറിന് അൺഫേവറബിൾ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കാൽഷ്യം ഡിപ്പിക്കോളിനിക് ആസിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് കേട്ടോ. കാൽഷ്യം ഡിപ്പിക്കോളിനിക് ആസിഡ്. ഡിപ്പിക്കോളിനിക് ആസിഡ്.
ഓക്കെ, കാൽഷ്യം ഡിപ്പിക്കോളിനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കല് ഈ എൻഡോസ്പോർ ഫോർമേഷന്റെ സമയത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോർസ് ഉണ്ടായ അൺഫേവറബിൾ കണ്ടീഷനിൽ അത് നശിച്ചു പോവാതിരിക്കാനുള്ള കാരണം. അതേപോലെ ഈ ബാക്ടീരിയ ബൈനറി ഫിഷൻ ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ അതിന് സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അത് ആക്ച്വൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല, രണ്ട് ബാക്ടീരിയയുടെ ഇടയിലുള്ള ജനറ്റിക് മെറ്റീരിയലിന്റെ എക്സ്ചേഞ്ച് ആണ് ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ പല തരത്തിൽ നടക്കാം ബാക്ടീരിയയിൽ. വൺ മെത്തേഡ് ഇറ്റ് ഈസ് കോൺജുഗേഷൻ മെത്തേഡ് വഴി നടത്താം. കോൺജുഗേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ബാക്ടീരിയയുടെ ഇടയിൽ കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാക്കി ആ ട്യൂബ് വഴി ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക് ആ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫോർമേഷൻ വഴി പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം. അതായത് ഇപ്പം ഒരു ബാക്ടീരിയ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ വളരുന്ന ന്യൂട്രിയൻ മീഡിയയിലെങ്ങാനും വേറൊരു ബാക്ടീരിയ ചത്തുപോയിട്ട് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ കിടക്കുന്നുണ്ടെന്നിരിക്കട്ടെ. ആ ജനറ്റിക് മെറ്റീരിയൽ തരം കിട്ടുന്ന സമയത്ത് അതിന് ലിവിങ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ കയറാൻ ചാൻസ് കിട്ടുന്ന സമയത്ത് ആ ലിവിങ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയുടെ സെൽ വോള് ക്രോസ് ചെയ്ത് സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് സൈറ്റോപ്ലാസത്തിലേക്ക് എൻറ്റർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഡക്ഷൻ വഴിയും പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം. ട്രാൻസ്ഡക്ഷൻ വഴി പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒരു ബാക്ടീരിയോഫേജ് വഴി, അതായത് ബാക്ടീരിയോഫേജ് മീഡിയേറ്റർ ത്രൂ ഈ ഒരു ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ വേറൊരു ബാക്ടീരിയയിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ ട്രാൻസ്ഫോർമേഷനും കോൺജുഗേഷനും ട്രാൻസ്ഡക്ഷനും ഒക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നീറ്റിൻ്റെ ബയോളജി ക്ലാസ്സസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്കിവിടെ അധികം ബോർഡ് ലെവലിൽ ഇത്രയും വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈ 3 തരത്തിലാണെന്ന് പറഞ്ഞതും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ടതും കേട്ടോ. ഇത് വേണ്ടവർ നീറ്റിൻ്റെ ക്ലാസ്സസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ, അതായത് സ്പേം വഴി സ്പേമിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീനിനെ ഓവത്തിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെയല്ല. സ്പേമിൻ്റെ സിന്തസിസ് ഒന്നുമില്ല. ഒരു 2 സെല്ല് തമ്മിൽ ഒരു കോൺജുഗേഷൻ ട്യൂബ് വഴി ബന്ധിപ്പിച്ച് ആ കോൺജുഗേഷൻ ട്യൂബിൽ കൂടെ ഒരു ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ അടുത്ത ബാക്ടീരിയയിലേക്ക് പോവാം. അതല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ന്യൂട്രിയൻ മീഡിയയിൽ വളരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയുടെ ഗ്രോത്തിൻ്റെ സമയത്ത് വേറൊരു ബാക്ടീരിയയുടെ DNA എന്തെങ്കിലും കാരണവശാൽ അത് വളരുന്ന സറൗണ്ടിങ്ങിൽ ഉണ്ടെങ്കിൽ ആ DNA വന്നിട്ട് ഈ ബാക്ടീരിയയുടെ സെൽ വോള് ക്രോസ് ചെയ്ത് സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് സൈറ്റോപ്ലാസത്തിലേക്ക് എൻറ്റർ ചെയ്യാം. അതിന് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഇനി ട്രാൻസ്ഡക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ DNA മെറ്റീരിയൽ വേറൊരു ബാക്ടീരിയയുടെ DNA മെറ്റീരിയൽ ബാക്ടീരിയോഫേജ് വഴി, അതായത് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് വഴി വേറൊരു ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ആണ്, അതായത് അണ്ടർ ഡെവലപ്ഡ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ആണ് ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക്. അതാണ് അതിൻ്റെ പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന വേറൊരു തരത്തിലുള്ള ബാക്ടീരിയയാണ്. ഇത് മൈക്കോപ്ലാസ്മ സാധാരണ ബാക്ടീരിയ എന്ന് ഡിഫർ ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് കംപ്ലീറ്റ് സെൽ വോൾ ഉണ്ടാവില്ല. അവർക്ക് ദേ ലാക്ക് സെൽ വോൾ, കംപ്ലീറ്റ്ലി ദേ ലാക്ക് സെൽ വോൾ. അതാണ് സ്മോളസ്റ്റ് ബാക്ടീരിയ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഈ മൈക്കോപ്ലാസ്മയെ പണ്ട് അറിയപ്പെട്ടിരുന്നത് PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നാണ്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നാണ് മൈക്കോപ്ലാസ്മേനെ അറിയപ്പെട്ടിരുന്നത്. ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സെല്ല് എന്ന് പറയുന്നത്. ഇത് ഓക്സിജന്റെ ആബ്സെൻസിലാണ് സർവൈവ് ചെയ്യുന്നത്. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്കെ, ഇനി ഈ മൈക്കോപ്ലാസ്മ പാത്തോജനിക് ആണ്. ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞത്. മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സെൽ വോളിനെ കില്ല് ചെയ്തിട്ട് കൊന്നു കളയുന്ന തരത്തിലുള്ള ആന്റിബയോട്ടിക് ഉണ്ട്. ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടി നമ്മളൊരു ആന്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പോൾ ആന്റിബയോട്ടിക് ബാക്ടീരിയനെ കൊല്ലുന്നത് ഒന്നുപോലെ സെൽ വോൾ ഡിസ്ട്രക്ട് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റീനെയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടാവാം.
അപ്പൊ സെൽ വോളിനെ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സെൽ വോളിന്റെ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്തിട്ട് ബാക്ടീരിയനെ കൊന്നുകളയുന്ന ആന്റിബയോട്ടിക് ആണ് ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്. അപ്പൊ ഈ ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്കിനൊക്കെ മൈക്കോപ്ലാസ്മ റെസിസ്റ്റന്റ് ആണ്. കാരണം മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ലല്ലോ. അതുകൊണ്ട് ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക് പോലെ പെൻസിലിൻ പോലത്തെ ആന്റിബയോട്ടിക് ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക് ആണ് കേട്ടോ. അപ്പൊ ആ ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്കിനൊക്കെ മൈക്കോപ്ലാസ്മ റെസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ മൈക്കോപ്ലാസ്മയെ കുറിച്ച്. അപ്പൊ നമ്മൾ കിങ്ഡം മൊണീറയെ പറ്റിയിട്ട് കംപ്ലീറ്റ് പറഞ്ഞു. ഇനി നമുക്ക് ആ ഒരു പോർഷൻ, അതായത് യു ബാക്ടീരിയ മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. See here, eubacteria. There are thousands of different eubacteria or true bacteria. They are characterized by the presence of a rigid cell wall and, if motile, a flagellum. The cyanobacteria, also referred to as blue-green algae, have chlorophyll A similar to green plants and are photosynthetic autotrophs. The cyanobacteria are unicellular, colonial or filamentous, freshwater or marine or terrestrial algae. The colonies are generally surrounded by gelatinous sheath. They often form blooms in polluted water bodies. Some of these organisms can fix atmospheric nitrogen in specialized cells called as heterocysts. Example, nostoc and anabina. Chemosynthetic autotrophic bacteria oxidize various inorganic substances such as nitrates, nitrite and ammonia and use the released energy for their ATP production. They play a great role in recycling nutrients like nitrogen, phosphorus, iron and sulfur. Heterotrophic bacteria are most abundant in nature. The majority are important decomposers. Many of them have a significant impact on human affairs. They are helpful in making curd from milk, production of antibiotic, fixing nitrogen in legume root. Leguminous rootൽ nitrogen fixation ചെയ്യുന്ന റൈസോബിയം ബാക്ടീരിയ ആണ് കേട്ടോ. Some are pathogens causing damage to human beings, crops, farm animals and pets. Cholera, typhoid, tetanus, citrus canker are well-known diseases caused by different bacteria. Bacteria reproduce mainly by fission. ഫിഗർ 2.3 കാണിക്കുന്നത് അതായത് കണ്ടോ, ബൈനറി ഫിഷൻ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. Sometime under unfavorable conditions they produce spores. അതിന് പറയുന്നതാണ് എൻഡോസ്പോഴ്സ്. ആ എൻഡോസ്പോഴ്സ് അൺഫേവറബിൾ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാനുള്ള കാരണം കാൽഷ്യം ഡിപ്പിക്കോളിനിക് ആസിഡിന്റെ പ്രസൻസ് കൊണ്ടാണ്. ദേ ഓൾസോ റിപ്രൊഡ്യൂസ് ബൈ എ സോർട്ട് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. അതിന് പാരാസെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയും. ബൈ അഡോപ്റ്റിംഗ് എ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു ദ അതർ. ആ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ നടക്കുന്ന 3 പ്രോസസ് വഴിയാണ് കോൺജുഗേഷൻ, ട്രാൻസ്ഫോർമേഷൻ and transduction. The mycoplasma are organisms that completely lack a cell wall. അതുകൊണ്ട് തന്നെ അവർക്ക് ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. കാരണം ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്, അതായത് പെൻസിലിൻ പോലത്തെ ആന്റിബയോട്ടിക് ഒരു ബാക്ടീരിയനെ കൊന്നുകളയുന്നത് അതിന്റെ സെൽ വോളിന്റെ സിന്തസിസിനെ ഇന്ററപ്റ്റ് ചെയ്തിട്ടാണ്. They are the smallest living cell known and can survive without oxygen. Many mycoplasma are pathogenic in animals and plants. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെഷനിൽ പഠിച്ചത് എന്താണ്? കിങ്ഡം മൊണീറയാണ് നമ്മൾ ഈ സെഷനിൽ പഠിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിലെ കിങ്ഡം പ്രോട്ടിസ്റ്റ പഠിക്കാം. ഓക്കെ.